പ്രിയമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ജീവിത വിജയങ്ങൾക്കും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സാധിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഈ ചാനൽ പ്രയോജനപ്പെട്ടവർ ദയവായി കമന്റ് നൽകുക. നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ പുതിയ വീഡിയോസ് ചെയ്യുവാൻ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ മറ്റൊരു വീഡിയോസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടർക്കു വേണ്ടിയും വീഡിയോ രൂപീകരിക്കുന്ന സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പറയുന്നത് വിശിഷ്ടമായ സ്വിച്ച് മന്ത്ര ആണ്. സ്വിച്ച് മന്ത്രം എന്താണ്? സ്വിച്ച് മന്ത്രം എന്താണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്വിച്ച് മന്ത്രങ്ങൾ എന്നത് ദിവ്യസ്പന്ദനങ്ങളുമായി പൊരുത്തപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്ന മാന്ത്രിക മന്ത്രങ്ങളാണ്. അതുവഴി ചുറ്റുമുള്ള എല്ലാറ്റിനെയും പോസിറ്റീവായി സ്വാധീനിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. സ്വിച്ച് മന്ത്രം ആവിഷ്കാരത്തിലേക്കുള്ള ഒരു താക്കോലാണ്. പ്രത്യേക നാമമന്ത്രങ്ങൾ, ബീജ് മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഒറ്റവാക്കിലുള്ള മന്ത്രങ്ങൾ എന്നിവയുടെ ശക്തമായ സംയോജനമാണ്. അത് ഉബോധമനസ്സിൽ നിന്ന് പ്രതികരണങ്ങളെ ഉണർത്തുന്നു. സ്വിച്ച് അമർത്തുന്നതിലൂടെ വൈദ്യുതി പ്രവഹിക്കാൻ തുടങ്ങുന്ന രീതി, അതുപോലെ ഈ സ്വിച്ച് മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ഉയർന്ന ബോധത്തിലേക്ക് മാറുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം പ്രകടമാക്കാൻ സഹായിക്കുന്നു. ഒരു ലൈറ്റ് തെളിക്കാൻ ഒരു സ്വിച്ച് ഓണാക്കുന്നതുപോലെ സ്വിച്ച് മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ പ്രകടനത്തിന്റെ ശക്തിയെ ജ്വലിപ്പിക്കുന്നു, വിജയത്തിലേക്കും സമൃദ്ധിയിലേക്കും ഉള്ള നിങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുന്നു. ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ശക്തമായ സ്ഥിരീകരണങ്ങൾ സൃഷ്ടിക്കാൻ മന്ത്രങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. പോസിറ്റീവ് മാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവർത്തിക്കാനും ജപിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് സ്വിച്ച് വാക്കുകൾ എന്നതിൽ അവ സമാനമാണ്. സ്വിച്ച് മന്ത്ര പരമ്പരയിലെ ഒരു പ്രധാന മന്ത്രം ആണ് ഇന്ന് പറയുന്നത്. ജീവിതത്തിൽ കാര്യങ്ങൾ നേടുന്നതിനും പ്രകടമാക്കുന്നതിനും വളരെ ഫലപ്രദവും അത്ഭുതകരവുമായ ഒരു മന്ത്രമാണ്. ഓം പ്രാപ്തായ നമോ നമഃ എന്ന മന്ത്രം ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുന്നതിനും ആത്മീയ പുരോഗതി കൈവരിക്കുന്നതിനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ അവളുടെ അനുഗ്രഹങ്ങൾ തേടാനും ഭൗതിക വിജയം നേടാനും ഇത് ചൊല്ലപ്പെടുന്നു. ഈ സ്വിച്ച് മന്ത്രത്തിൽ പ്രാപ്ത് എന്നാൽ നേടുക, കണ്ടെത്തുക, സമ്പാദിക്കുക, നേടുക, നിറവേറ്റുക എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം, ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ആഗ്രഹിക്കുമ്പോഴെല്ലാം, വരുമാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴോ, എന്തെങ്കിലും സമ്പാദിക്കാനോ നേടാനോ ആഗ്രഹിക്കുമ്പോഴോ, ജീവിതത്തിൽ ഭൗതികവും സാമ്പത്തികവും ആത്മീയവുമായ എല്ലാത്തരം നേട്ടങ്ങൾക്കും ഈ സ്വിച്ച് മന്ത്രം ജപിക്കുന്നത് വളരെ പറഞ്ഞതിന്റെ അർത്ഥം, അതായത് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരുമ്പോഴെല്ലാം ഈ മന്ത്രം ജപിക്കുക. ഈ മന്ത്രം കൂടുതൽ ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയും. സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കൽ. ഈ മന്ത്രം ലക്ഷ്മിയുമായി പ്രത്യേകമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവളുടെ അനുഗ്രഹങ്ങൾ ക്ഷണിക്കാനും ഭൗതിക അഭിവൃദ്ധി കൈവരിക്കാനും ഇത് ജപിക്കുന്നു. ആത്മീയ പുരോഗതി. ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം ആത്മീയ വളർച്ചയിലും സാക്ഷാത്കാരത്തിലും മന്ത്രം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മന്ത്രം ജപിക്കുന്നത് ഒരാളുടെ പരിസ്ഥിതിയെ സ്വാധീനിക്കുകയും പോസിറ്റീവ് ഫലങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്ന പോസിറ്റീവ് വൈബ്രേഷനുകൾ സൃഷ്ടിക്കുമെന്ന് കരുതപ്പെടുന്നു. മന്ത്രത്തിന്റെ ആവർത്തനം മനസ്സിനെ ശാന്തമാക്കാനും ശ്രദ്ധ മെച്ചപ്പെടുത്താനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ഈ മന്ത്രം ജപിക്കുന്നത് ഒരാളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിലെ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും മറികടക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മന്ത്രം എന്നത് ഒരു വ്യക്തിയെ ദൈവിക ശക്തിയുമായും ഊർജ്ജവുമായും ബന്ധിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും രൂപമാണ്. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ എല്ലാം ഈ മന്ത്രം കഴിയുന്നത്ര ജപിക്കുക. ജീവിതത്തിൽ മറ്റു നേട്ടങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാം ഈ മന്ത്രം ജപിച്ചാൽ ആ ലക്ഷ്യം വളരെ വേഗം കൈവരിക്കുവാൻ കഴിയും. നിന്നാവും നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് ഊർജ്ജം കൈവരിക്കുവാൻ കഴിയും. അത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ സഹായിക്കുന്നതുമാണ്. പക്ഷേ സുഹൃത്തുക്കളെ, വിശ്വാസത്തോട് ജപിക്കുക. പ്രിയമുള്ളവരെ, ഈ ചാനൽ പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പ്രയോജനകരമായ വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോസിൽ സംസാരിക്കാം.